ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് വിശേഷം? അപ്പോൾ അത് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ വേഗം പണി കഴിച്ചിട്ട് വേണം പിള്ളേരെയും കൊണ്ടൊന്ന് പാടത്തേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് റിലാക്സൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ലിച്ചൂടെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ കുറച്ച് പപ്സൊക്കെ ഞാൻ എടുത്തത് കഴിക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മിറ്റടിക്കാനായിട്ട് പോയി. മിറ്റടിയൊക്കെ കഴിഞ്ഞ് ചെടികളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് ചെറിയതായിട്ട് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വെല്ലിച്ചൻ്റെ അവിടേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം പാടത്തേക്ക് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പാടത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ റെഡി ആയിട്ട് ഞങ്ങളത് പാടത്തേക്ക് പതുക്കെ പതുക്കെ നടക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് 2 മൂവാണ്ടമങ്ങ നല്ല പഴുത്തത് കിട്ടിയിരുന്നു. അപ്പോൾ അതവിടെ പോയി ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് അവിടെ ഇരുന്ന് അരിഞ്ഞ് പിള്ളേർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിരുന്ന ഓരോ വർത്തമാനങ്ങളൊക്കെ ഓരോന്ന് പറയുകയാണ്. അപ്പോൾ നല്ല രസമാണല്ലോ അവിടെ ഇരിക്കുക, നല്ല കാറ്റൊക്കെ ഉണ്ട്, ചൂടത്ത് നല്ല സുഖമായിട്ട് പോയിരിക്കാൻ പറ്റും, നല്ല സ്ഥലമാണല്ലോ പാടം എന്നൊക്കെ പറയുന്നത്. വെയിലൊക്കെ ആറി നല്ലൊരു കൂളിംഗ് ആയി തുടങ്ങിയ സമയത്ത്. അപ്പം ഞങ്ങളത് അവിടെ ഇരുന്ന് മാങ്ങയൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നല്ലൊരു വൈബാണല്ലോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ഒരു തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ 2-3 സ്ഥലത്ത് കുറച്ച് ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉറുമ്പ് കടിയേറ്റപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ അപ്പുറത്ത് പിറകിൽ മൂവാണ്ടമാങ്ങ നിൽക്കുന്നുണ്ട് വേറെ. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി മാങ്ങകളൊക്കെ നല്ല ചെനച്ചിനേക്കാളും നല്ല പഴുത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ കഴിക്കണത് ആദ്യം അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആവിനയുടെ ചേട്ടനാണ് കേട്ടോ അവന് ആദ്യം. അപ്പോൾ അവനാണ് ഷൂട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് കുറച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയൊരു കുളമുണ്ട്. കുളം എന്ന് പറഞ്ഞാൽ കുളത്തിന് വേണ്ടി കുഴിച്ചിട്ടാണ് ഒരു കുഴിയാണ്. അപ്പോൾ അതിപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് വെറ്റിപ്പോയി. അപ്പോൾ അത് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങളിത് അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ അത് കാണാനായിട്ട് അങ്ങോട്ടേക്ക് ഓടാണ്. അപ്പോൾ അതൊരു വലിയ കുഴിയായി. ഇപ്പോൾ അത് വലിയ കുഴിയാണ്. അപ്പോൾ അതിൽ നോക്കാമെന്ന് പറഞ്ഞത് അങ്ങോട്ടേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇരുട്ടൊക്കെ ആയി തുടങ്ങി. ഇത്തിരി 5:30-6:00 ആയി തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കശുമാവ്, അപ്പുറത്തൊരു കശുമാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ കശുമാങ്ങ പറിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിട്ടാണ്. അപ്പോൾ കശുമാവയുടെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ അത് ഇങ്ങനെ ആകെ പഴുത്തു പോയി. പിന്നെ ഈ ചൂടത്ത് അത് തിന്നാൻ അത്ര സുഖമില്ല. അപ്പോൾ പിന്നെ ഞങ്ങളത് വെറുതെ പൊട്ടിച്ചിട്ട് അവിടെയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു പോന്ന് ഞങ്ങളത് പതുക്കെ പതുക്കെ നടന്ന് അങ്ങനെ ഞങ്ങൾ നടന്നത് വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ് കേട്ടോ. സന്ധ്യ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് എത്തണം.